സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, എപ്പോഴായിരിക്കും പി വി അൻവർ ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുക? ഒപ്പം തന്നെ ഏത് രീതിയിലായിരിക്കും പി വി അൻവർ എം എൽ എയുടെ അടുത്ത നീക്കങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുളസി, ഏകദേശം 1:30 തവനൂർ 1:30 കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തവനൂർ സെൻട്രൽ ജയിലിൽ പി വി അൻവർ എത്തിച്ചേരും. അദ്ദേഹത്തിനൊപ്പം അറസ്റ്റ് വരിച്ച 4 പേരും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1:30 കഴിയുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഏതായാലും നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് അല്പസമയം കഴിഞ്ഞ് ഇനി മഞ്ചേരി വഴി അങ്ങനെ വരികയാണ് ചെയ്യുക. ഏതായാലും അടുത്ത നീക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും മുന്നണി പ്രവേശനം തന്നെയായിരിക്കും. പി വി അൻവറിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നണി പ്രവേശനം തന്നെയാണ്. ഏതായാലും അതിനുള്ള കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ചർച്ചയിലടക്കം ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ 2 മണിക്കൂർ സമയം അറസ്റ്റ് വരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി ചോദിച്ചിരുന്ന 2 മണിക്കൂർ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ സംസാരിക്കുമ്പോൾ തിരുവഞ്ചൂരും അത്തരത്തിൽ തന്നെ പറയുന്നു. ഏതായാലും ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. അത് ഈ പി വി അൻവർ എം എൽ എക്കായാലും UDF ഒക്കെയും ഒരു വീണ് കിട്ടിയ അവസരം എന്ന് വേണം പറയാൻ. പക്ഷെ അതിനൊരാളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നു എന്നുള്ള ദയനീയമായ സാഹചര്യമാണ് അവിടെയുള്ളത്. ആ സാഹചര്യമാണ് ഈ പി വി അൻവർ അടക്കമുള്ള ആളുകൾ പറയാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ സ്വാഭാവികമായും മലയോര ജനതയുടെ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് ഈ കാട്ടാന ശല്യം, അതുപോലെ വന്യമൃഗ ശല്യം ഒക്കെയും മലയോര ജനതയുടെ ഏറ്റവും വലിയ കഷ്ടതകൾ നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ്. അപ്പോഴാണ് ഈ വനപാലകർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്ന വനഭേദഗതി നിയമത്തിന് അംഗീകാരം കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അതിനെതിരെ കൂടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന പി വി അൻവറിന്റെ മാർച്ചൊക്കെയും അതിനെതിരെ കൂടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നതും കരത്തായ് വനമേഖലയിലെ മണി എന്ന് പറയുന്ന 37-കാരനെ ആന കുത്തിക്കൊല്ലുന്നതും അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങൾ. പിന്നീട് ഫോറസ്റ്റിലേക്ക് മാർച്ച് നടത്തുന്നു. ആ മാർച്ച് സംഘർഷഭരിതമാവുന്നു. അതിനെ തുടർന്ന് അവിടെയുള്ള ഓഫീസ് അടിച്ചു പൊളിക്കുകയും അതിലെ ഫർണിച്ചറുകളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തതൊക്കെ അതിന്റെ ഭാഗമായാണ്. ഏതായാലും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു വലിയ പോസിറ്റീവായ ഒരു കാര്യം കൂടിയാണിത് എന്ന് വേണം പറയാൻ. അതായത് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം ഗൗരവമായി പുരോഗമിക്കുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് പി വി അൻവർ UDFിലേക്കോ എന്നുള്ള കാര്യം. ആ ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ ആ ഒരു സംശയത്തിന് ബലം നൽകുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെല്ലാം എന്ന് പറയാം. ഇനി വേണമെങ്കിൽ പി വി അൻവറിന് അല്പം കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് UDFിലേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ഈ മലയോര മേഖലയിലടക്കം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായാണ് ഇന്ന് അത്രയും ആളുകൾ മലയോര മേഖലയിൽ നിന്നുള്ള ആളുകൾ അവിടെ വരികയും അവരെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് അതിന്റെ കൂടി ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ, നിലമ്പൂർ മേഖലയിൽ തനിക്കൊരു ആധിപത്യം ഉണ്ട് എന്നുള്ള കാര്യം UDF നേതൃത്വത്തിന് മുൻപിൽ വെക്കാൻ ഇതിലും നല്ല മാർഗം വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നാളെ ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിന് ശ്രമിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യം കിട്ടുകയാണെങ്കിൽ പുറത്തിറങ്ങും. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അത് ഒരു വലിയ പ്രക്ഷോഭത്തിനുള്ള സാഹചര്യം തന്നെയാണ് ഒരുക്കുക എന്നതിൽ സംശയമില്ല. കാരണം UDF അടക്കം വലിയ പ്രക്ഷോഭം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജോസ് കെ മാണി വിഭാഗം അടക്കം ഈ വന ബില്ലുമായി ബന്ധപ്പെട്ട് ചെറിയ ചില അതൃപ്തിയും അതുപോലുള്ള കാര്യങ്ങളും അത് ഡെവലപ്പായി വരാനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ട്. അതൊക്കെയും ഈ ഒരു നിയമസഭാ സമ്മേളന കാലത്ത് പി വി അൻവറിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജാമ്യം കിട്ടിയില്ല എങ്കിൽ 14 ദിവസവും ഈ തവനൂർ സെൻട്രൽ ജയിലിൽ തന്നെ കഴിയേണ്ടതുണ്ട്. ഈ നേരത്തെ പറഞ്ഞിരുന്നത് മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. അപ്പോൾ അത് അൻവറിന് കുറച്ച് സ്വാധീനമുള്ള പ്രദേശങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ് മാറ്റിയതെന്നാണ് അറിയുന്നത്. കാരണം പ്രവർത്തകർ ഏതെങ്കിലും രീതിയിൽ വന്ന് ഒരു ബഹളം ഉണ്ടാക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ഈ ജയിൽവാസം എന്ന് പറയുന്നത്
ഒരു തരത്തിൽ നേരത്തെ അരുൺ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഒരു തരത്തിലൊരു രക്തസാക്ഷി പരിവേഷം അൻവറിന് കിട്ടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഉദ്ദേശം നല്ലതാണെങ്കിൽ കൂടിയും ഒരു രക്തസാക്ഷി തീർച്ചയായിട്ടും സാനിയോ, PV അൻവർ MLA യുടെ രാഷ്ട്രീയ ജീവിതത്തിലേറെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. PV അൻവർ MLA 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തവനൂർ സെൻട്രൽ ജയിലിലേക്ക്.